ജീവിതത്തിന്റെ വാർദ്ധക്യനാളുകളിൽ രോഗങ്ങളും കടബാധ്യതകളും തളർത്തുന്ന നിർധനരായ വീട്ടമ്മയും ഭർത്താവും സുമനസ്സുകൾക്ക് മുന്നിൽ സഹായഹസ്തം നീട്ടുകയാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന തകർന്നു വീഴാറായ വീട്ടിനുള്ളിൽ രോഗങ്ങളും കടബാധ്യതകളും മൂലം ഉറക്കവും സമാധാനവും നഷ്ടപ്പെട്ട ഈ കുടുംബം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ സഹായങ്ങൾ തേടുകയാണ്. വീട്ടമ്മയുടെ രോഗിയായ ഭർത്താവിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ കൂടിയാണ് ആഹാരവും ചികിത്സയും അടക്കമുള്ള ജീവിത പ്രാരാബ്ദങ്ങൾ ഈ കുടുംബം മുന്നോട്ട് തള്ളി നീക്കുന്നത്. ആകെയുള്ള സമ്പാദ്യം മുടക്കി വിവാഹം കഴിച്ചയച്ച മകളുടെ കുടുംബജീവിതവും തകർച്ചയിലായിരുന്നു. ഭർത്താവുമായി സ്വരച്ചേർച്ചയില്ലാതെ കുഞ്ഞു മകനുമായി തിരികെ വീട്ടിലെത്തി നിൽക്കുന്ന മകളുടെ ഭാവിയും ഈ വൃദ്ധ ദമ്പതികളുടെ നെഞ്ചിൻ്റെ നോവായി മാറിയിരിക്കുകയാണ്. ഒപ്പം അവരുടെ ചിലവുകളും കൂടി ഇപ്പോൾ ഈ മാതാപിതാക്കളുടെ ബാധ്യതയായി മാറിക്കഴിഞ്ഞു. കല്ലമ്പലം പുല്ലൂർമുക്കിൽ ഏറ്റൂർക്കോണം ഒടുക്കത്ത് വീട്ടിൽ നാസർ ആരിഫ ബീവി ദമ്പതികളാണ് തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ ജീവിത പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ച് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ തേങ്ങുന്നത്. എല്ലാവർക്കും ഞാൻ പറയണം, ഞാൻ നോമ്പ് പിടിച്ചാണ് ഞാൻ നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങൾ സഹായിച്ച പടച്ചവന്റെ പക്കൽ നിങ്ങൾക്ക് നന്മ കിട്ടും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഞാൻ അത്രയ്ക്ക് വിഷമത്താലാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ആരോരും ഞാൻ നോമ്പ് പിടിച്ചിട്ട് ഞാൻ കള്ളം പറയത്തില്ല. നിങ്ങളൊക്കെ അങ്ങനത്തെ വിഷമാണ് വീട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വിഷമമില്ല. മകളുടെ വിഷയത്തിൽ വിഷമമാണ് അല്ലേ? എല്ലാ കൊണ്ട് വിഷമമൊക്കെ. വീടിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? വീട്ടിന്റെ വീട് കഴിയാൻ പോലും ഒരു ഗതിയില്ല, ഒരു തൊട്ടുപോലും ഇല്ല. പഞ്ചായത്ത് എഴുതി കൊടുത്തവർക്ക് 4 വർഷമായി, ഒന്നും അരക്കാനില്ല. ഈ വീട് കഴിയാനായിട്ട് എല്ലാരും കൂടെ സഹായിച്ചു സഹായിക്കണം. ഈ കരളൊക്കെ എന്റെ ശരീരത്തും അസുഖം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭർത്താവിന് 300 രൂപ 400 രൂപ കിട്ടിയ ഒന്നിനുമില്ല, കൂലിപ്പണിയാണ്. മരുന്നുകൾ മേടിക്കാൻ പോലും ഗതിയില്ല. പിന്നെ എന്റെ അമ്മക്ക് പെൻഷൻ കിട്ടുന്നു, അതുകൊണ്ടാണ് ഗുളിയൊക്കെ മേടിക്കണം. 8 സെന്റ്. എന്റെ മോനെ ഭർത്താവ് കറിയിച്ചു പോയി, കുറച്ച് പണവും കൊണ്ടുപോയി. വീട് വയ്ക്കാൻ പോലും വിഷയമില്ല, ഒരു ഗതിയില്ല, ഒരു തൊട്ടുപോലും ഇല്ല. എന്റെ കൊച്ചുമ്പോള് കൂടെ വന്ന് നിൽക്കുന്നു. 6 മാസമായതും വിട്ടു. അവനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരു വഴക്കും ഇല്ലാതെ പോയതാണ്. കുറച്ച് പണം എന്റെ എടുത്തോണ്ട് പോയി വീട് വെക്കാനായിട്ട് ഞാൻ ബാങ്കിൽ ഇട്ടിരുന്നേന് ഇനി ഒരു തൊട്ടുപോലും ഇല്ല. ആ പൈസ ചോദിച്ചാൽ എന്നെ മോളെ ഭർത്താവ് പോയത് പറഞ്ഞു. ചെലവിന് എന്റെ ഭർത്താവ് ചന്തയിൽ പോയി വല്ലതും കിട്ടുമെങ്കിൽ കൊണ്ടുവരും. അതാണ് നമ്മളെ കഴിയുന്ന. പിന്നെ റേഷനരി ചോറാണ് നമ്മളെ വേവിച്ചൊക്കെ തിന്നുന്നത്. നോമ്പ് പിടിക്കാൻ നമ്മളെ കയ്യിലൊരു ഗതിയില്ല. നോമ്പുണ്ട്. മഴ പെയ്താൽ വീട്ടിൽ വെളിയിൽ ഇറങ്ങാനും വയ്യ, ഇല്ലാഹത്ത് നിൽക്കാനും വയ്യ. അത്രയ്ക്ക് ചോർച്ചയാണ്. എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ കിടപ്പാടമാണ് ഈ കുടുംബത്തിൻ്റെ മറ്റൊരു ഹൃദയ നോവായി മാറിയിരിക്കുന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു പൊട്ടി മഴ പെയ്താൽ വെള്ളം അകത്തേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ് ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ അവസ്ഥ. എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ മഴയും കാറ്റും ഉണ്ടാകരുതേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടാണ് തങ്ങൾ മയങ്ങുന്നത് എന്നാണ് ഈ വൃദ്ധമാതാവ് ഞങ്ങളോട് പറയുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റംസാൻ മാസത്തിൽ താൻ അസത്യമൊന്നും പറയില്ലെന്നും ഈ പറയുന്നതെല്ലാം സത്യമാണെന്നും ഈ വൃദ്ധമാതാവ് കണ്ണീരോടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭയമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ
അടച്ചുറപ്പുള്ളൊരു വീടെന്നത് ഈ നിർധന കുടുംബത്തിൻ്റെ സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ദയവായി ഈ വൃദ്ധമാതാവിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ കേട്ട് ഇവരെ സഹായിക്കാതെ കടന്നു പോകരുതേ പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയുന്ന ഈ പുണ്യമാസത്തിൽ നമുക്ക് മുന്നിൽ വന്നിരുന്ന് കണ്ണുനീർ വാർക്കുന്ന ഈ വൃദ്ധമാതാവിൻ്റെ ദുരവസ്ഥ ഈ ഭൂമിയിൽ ഒരാൾക്കും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഉമ്മായുടെ കണ്ണുനീരും സങ്കട കഥകളും നൊമ്പരങ്ങളും കഥന കഥയുമെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ആരെനിക്ക് സഹായിച്ചാലും പടച്ചോന്റെ അടുത്ത് ഞാൻ ദുആ ചെയ്യും. ഞാൻ നിസ്കരിച്ചിട്ട് 5 വക്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദുആ ചെയ്യും. എനിക്ക് നിങ്ങൾ എല്ലാവരും എനിക്ക് സഹായിക്കണം. റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യും. നിങ്ങൾ എനിക്ക് ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. നിങ്ങളൊരു വീട് വയ്ക്കാൻ എനിക്ക് സഹായിക്കണേ. പടച്ചോന്റെ കഴിയാൻ എനിക്ക് സഹായിക്കണേ. എനിക്ക് ആരോരും ഇല്ലേ. അള്ളാഹ് എല്ലാവർക്കും കൂട്ടുണ്ട്. അള്ളാഹ് സഹായിക്കും. എനിക്ക് സഹായിക്കാൻ ആരോരും ഇല്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ. നിങ്ങൾ തരാതിരിക്കല്ലേ. നിങ്ങൾ ഒരു ഹജ്ജ് വെച്ചതിന്റെ കൂലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഹജ്ജിന് പോകുന്നതിന്റെ കൂലി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അത്രയ്ക്ക് ഞാൻ വിഷമമായാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ആരും തരാറില്ലേ. എനിക്ക് വല്ലാത്ത ദുഃഖത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. പടച്ചോന്ന് കേൾക്കട്ടെ. എനിക്ക് ആരും തരായില്ലേ. എനിക്ക് നിങ്ങളെല്ലാരും സഹായിക്കണേ. നിങ്ങൾക്കെല്ലാരും ഈ പുണ്യമാസത്തിൽ തൻ്റെ ജീവിതമാകുന്ന സങ്കടക്കടലിൻ്റെ ഓരത്തിരുന്ന് കണ്ണുനീർ വാർത്ത് വിലപിക്കുന്ന ഈ വൃദ്ധമാതാവിനെ കാണാതെ അവരുടെ നൊമ്പരങ്ങൾ തൊട്ടറിയാതെ നമുക്ക് കടന്നു പോകുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ദയവായി ഈ നിർധന കുടുംബത്തെ സഹായിക്കുക. നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ പോലും ഇവർക്ക് വലിയ മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും. വീട് വയ്ക്കാനായിട്ട് എല്ലാവരും കൂടെ എനിക്ക് സഹായിക്കുന്ന ഇവിടെ ചെല്ലാത്താൻ എനിക്ക് വയ്യാത്തതാണ്. മഴ പെയ്താൽ വെളിയിലിറക്കാനോ ഒക്കൂല, ഹത്തുവിക്കാനോ ഒക്കൂല. ആ രീതിയിലാണ് എന്റെ അമ്മായി എന്റെ ഇളയ മോളെ ഇട്ടുകൊണ്ട് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ജീവിക്കാനായിട്ടൊരു പാകമില്ല. എല്ലാരും കൂടെ കൂടെ നടക്കാനായിരുന്നു. എനിക്ക് സഹായിക്കണേ. പേടിച്ചാണ് രാത്രി കിടക്കുന്നത്. മഴ പെയ്യപ്പം വെളിയിലിറങ്ങും, കാറ്റാത്ത വെളിയിലിറങ്ങും. ആ രീതിയിലാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്റെ ഒരു തൊട്ടുമില്ല. മക്കളെല്ലാരും പടച്ചോന്റെ ആൾക്കാർ എനിക്ക് സഹായിക്കണേ. എനിക്ക് ആരോരും ഇല്ല. കുടിക്കാറുണ്ട് ചായല്ലാത്ത നമുക്ക് ബുദ്ധിമുട്ടല്ലാണ്. നമ്മള് വിഷമത്തിലാണ് നമ്മള് കിടക്കുന്നത്, ജീവിക്കുന്നത്. നിങ്ങളെല്ലാരും നിങ്ങളറിയണേ. നിങ്ങള് എത്രയേലും വർഷം കൊണ്ട് എന്റെ വീട് ഇടിച്ച് ചോർന്നൊലിച്ച് കിടക്കണ ആരെടുത്തല്ല ഞാൻ ചോദിച്ചിട്ട് എല്ലാവരും എന്റെ അടുത്ത് കൈവലത്തെ കാണിച്ച് എനിക്ക് വയ്യ ചോദിക്കാനായിട്ട്. അടച്ചോര കഴിയാൻ നിങ്ങളെല്ലാരും എനിക്ക് സഹായിക്കണേ. നിങ്ങള് സഹായിക്കാതിരിക്കല്ലേ. എനിക്ക് ഇവിടെ ഒരു ഭാഗമില്ലേ. ഒരു അസുഖം വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കരള് വീക്കോട് എല്ലാവർക്കും ശത്രു തന്നെയാണ് എന്റെ ഈ മാടവളനെ കൊണ്ട്. അപ്പൊ എന്റെ മക്കളും ഞാനുമായിട്ട് പേടിച്ച് ഭയന്നാണ് ഈ വീട്ടിൽ കിടക്കുന്നത്. ഒരിടത്ത് ആഹാരത്തിന് പോലും ഒരു ബുദ്ധിമുട്ടിയാണ് നമ്മളവിടെ കിടക്കുന്നത്. അതാരും അറിയുന്നില്ല. ആരുടെ ഞാൻ പറയില്ല. എന്റെ വിഷമക്കളെ പടച്ചെടുത്തേ പറയുമ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ നോമ്പ് പിടിച്ചിട്ട് ഞാൻ കള്ളം പറയില്ലേ. നിങ്ങളെല്ലാരും എനിക്ക് സഹായിക്കണേ. പടച്ചോനെ കഴിയാൻ ഒരു 5 വെച്ച് എന്റെ കൂലിനൊക്കെ എല്ലാവർക്കും കിട്ടും. എനിക്ക് അത്രയ്ക്ക് ഞാൻ ദുഃഖപ്പെട്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ആരോരും തടയുന്നില്ല. വീട് ഞാൻ നിവർത്തിയില്ലാണ്ട് എനിക്ക് വേണ്ടി സഹായിക്കണേ. എനിക്ക് വേണ്ടി സഹായിക്കണേ. ആഹാരം പോലും കഴിക്കാൻ ബുദ്ധിമുട്ട്. ആഹാരത്തിന് പോലും നിവർത്തിയില്ലേ. 10 പൈസക്ക് പോക്കില്ലാത്ത ഞാനാണ്. ആരുമില്ലേ എനിക്ക്. എന്റെ മോളെ ഇപ്പൊക്കെ ഇവരുടെ ഗൂഗിൾ പേ നമ്പരും ഫോൺ നമ്പരും ഞങ്ങൾ പ്രതീക്ഷയോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ദയവായി
ഇവരെ കൈവിടരുതേ പ്രിയപ്പെട്ടവരെ. ഹൃദയം നിറഞ്ഞ പ്രതീക്ഷകളോടെ ഞങ്ങൾ ഈ കുഞ്ഞു വീടിൻ്റെ പടികളിറങ്ങുകയാണ്. സ്നേഹപൂർവം ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.